ഓഹ് ഇതാട്ടോ ഇവിടുത്തെ വ്യൂ. നല്ല കുറച്ച് വെയിലിൻ്റെ കുറവുണ്ടായിരുന്നു. ഓഹ് വിറ്റമിൻസ്. പുള്ളി ആരും കാണാണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് വെളി പോണേ നീ. പുള്ളി അടിക്കാൻ പോണേ പുള്ളി അവിടെ താമസിക്കുക. അതൊക്കെ അടിച്ച് കൊഞ്ചായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഹലോ നമസ്തേ. ഇവരുടെ ദൈവങ്ങളാന്നാ പറഞ്ഞത്. എല്ലാവരും തൊട്ട് ഇങ്ങനെ നമിച്ചു പോകണുണ്ടോ. കളിക്കാൻ വേണ്ടി എറിയാൻ വേണ്ടി വെച്ച ഇത് മതിയായ കളവ്. ഞാൻ ബ്രിട്ടീഷ് എംബസീനെ അറിയിക്കും. അവർ വന്ന് എന്നോട് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും. ടിക്കറ്റ് ഉള്ളൂ. ആ ടിക്കറ്റ് നാളെ നീ കണ്ടു ഒരു 5000 രൂപ ആവും. നമ്മൾ 5000 രൂപ പോവുകയും ചെയ്യും. എനിക്കിവിടെ വന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാട്ടോ. ഇതൊരു കഫേയാണ്. ഒക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഇതെല്ലാം ഇതൊക്കെ അവിടെ ഇരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ടേബിൾ ഉൾപ്പെടെ എല്ലാം ഹാൻഡ് ക്രാഫ്റ്റ്. ഇതൊക്കെ ആക്ച്വൽ ഒറിജിനൽ സാധനം സ്റ്റോണാണ് കട്ട് ചെയ്തത്. जीप काउंटर वो है, अगर जीप मिल गया तो मिल गया, नहीं मिल गया तो बस वहाँ पे आएगा ना, वहाँ पे चढ़ के जा सकते हैं. ഈ ജീപ്പ് ഉണ്ടല്ലോ, അവൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞതറിയോ, ഈ കാറിലൊക്കെ പോകുന്ന കഴിഞ്ഞ ഷോക്കാണ്. കാരണം എന്താ വെച്ചാൽ സസ്പെൻഷൻ ഷോ ആയിട്ട് കിട്ടും. ജീപ്പ് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിന്നെ ബസ്. हेलो नमस्ते. നമസ്തേ. I just drop you today in the Gandhi Point for jeep counter in Haricho. ഇവനൊരു മാസത്തേക്കുള്ള ശമ്പളം നമുക്ക് കൊടുക്കാം. ഒരു മാസം ശമ്പളം കൊടുക്കും നമ്മൾ. 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. 700 രൂപ പറഞ്ഞിട്ട് ഇപ്പം അവനത് 850 ആക്കി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നഷ്ട. ലാഭം നോക്കാൻ പോയാൽ നഷ്ടം ഉറപ്പാ. സംഭവിക്കാൻ പോണ വെച്ചാൽ ഇന്ന് ടിക്കറ്റ് 2000 രൂപയ്ക്ക് കണ്ടു. ആ ടിക്കറ്റ് നാളെ നീ കണ്ടു ഒരു 5000 രൂപ ആവും. നമ്മൾ 5000 രൂപയ്ക്ക് പോവുകയും ചെയ്യും. ATM കയറുന്നു, എടുക്കുന്നു, പോരുന്നു. സമയമില്ല. ഇവിടെയാണ് ഇന്ത്യൻ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിജീവിക്കും. പൈസ കൊണ്ട് അതിജീവിക്കും. എവിടെ ചെന്ന് നിൽക്കുന്നു എനിക്കറിയില്ല. ലാസ്റ്റ് ഇവിടുന്ന് വല്ല ട്രെയിൻ കയറി പോകേണ്ടി വരുമോ. ഞാൻ ബ്രിട്ടീഷ് എംബസീനെ അറിയിക്കും. അവർ വന്ന് എന്നോട് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും. പുതിയ ബ്രിട്ടീഷ് സിറ്റിസൺ പാസ്പോർട്ട് നമ്മൾ പോകാനിരുന്ന വണ്ടിയാണ് അത്. അവൻ പറഞ്ഞു വെച്ചാൽ 6 പേരില്ലാണ്ട് പോകില്ലാന്നാ. പക്ഷെ 6 പേര് വന്നപ്പോഴത്തേ അവൻ അടുത്ത ആളെ കയറ്റിക്കൊണ്ട് പോയി നമ്മൾ ഇറക്കി വിട്ടു. ഒടുവിലൊരു ബസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഉള്ളൊരു ബസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കയറി പോകാനാണ് നമ്മുടെ ഒരു പ്ലാൻ. അങ്ങനെ നീണ്ട 4 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ബസ് കിട്ടിയിരിക്കുന്നു. ഈ ബസ്സിൽ പോവുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇവർ പറഞ്ഞത് 3 വർഷമായിട്ട് ഈ റോഡ് ഇതുപോലെയാണെന്ന് പറഞ്ഞു. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും റോഡ് സെറ്റാവും. ഇതൊക്കെ അല്ലെന്ന് വിശ്വസിക്കുക. നേപ്പാൾ ഗവൺമെന്റിന്റെ കാര്യം നോക്കൂ, ആ മലനിരയിലേക്ക് നോക്കൂ. നിങ്ങൾ നോക്കൂ, മലനിരയെന്നാ പറഞ്ഞ അല്ലാണ്ട് അക്ഷരം മാറിപ്പോകുന്നില്ല. അങ്ങോട്ട് നോക്കാം. ഇതേ കൊണ്ട് 4 മണിക്കൂർ മലനിര മാത്രമേ. പക്ഷെ പണ്ടത്തെ കാലത്തെ ബസ്സാണ് കേട്ടോ. ഈ ബസ്സിൽ ഫുള്ള് കബോർഡ് അടിച്ച് വെച്ചേക്കുക. ഫുള്ള് പലകയും കബോർഡുമാണ്. ഈ മേളിലേക്ക് പോകാൻ സാധ്യതയില്ല. എന്നാന്നറിയോ, ചന്ദ്രനെ അവരുടെ ഒപ്പം എത്തി നമ്മൾ നോക്കി. ഇനി ആകാശത്തിന് വേണ്ടി കൂടെ പെടുത്തേക്കൂടെ പോകാൻ. Wow, welcome to our beautiful village. Gandhuk. Part of India has a beautiful state with handsome. He's exploring our Kerala. This is Kerala. This is Kerala. ये खाना के क्या बोला? थाली, चिकन थाली. चिकन थाली. Yeah. Oh, ഇത് ഇവരുടെ ചിക്കൻ താലി ആട്ടോ. Takali. Ella? Ela milta hai yaar. Rice. No. Ela means alcohol, spirit, pure spirit. Ella. ട്രഡീഷണൽ ഡ്രിങ്ക് ആയ തുമ്പ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്. റൂമിൽ പോയിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു തന്നാ. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് ലുക്സ് ലൈക്ക് സൂപ്പ്.
ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേപ്പാളില് തണുപ്പുള്ള സമയത്ത് ഇത് ചൂടാണ്. മനസ്സിലായി, നമ്മളെപ്പോഴും ഐസ് ഇട്ട് ഓൺ ദ റോക്സ് ഒക്കെ അടിക്കുന്നത്. ഓക്കെ, ഇത് ഈ ആൽക്കഹോള് ചൂടാണ്, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്, വിച്ച് ഇസ് വെരി ഗുഡ്. ഇത് മതിയായ കവൂർ എന്റെ അമ്മേ, കൊള്ളാം കേട്ടോ. ഇത് കട്ടില കിടന്ന് കുടിക്കേണ്ടി വരും. അല്ലെ ഇത് മറ്റേ പനങ്ങളുടെ ടേസ്റ്റ് ആണല്ലോ ഇതിന് അല്ലേ? ഇതിന് പരങ്ങളിൽ ചൂടാക്കി കണക്കുണ്ട്. പനങ്ങളുടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങളിപ്പോൾ ഗാൻഡ്രൂക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണുള്ളത്. ഓഹ്, ഇതാട്ടോ ഇവിടുത്തെ വ്യൂ. അതല്ല, കുറച്ച് വെയിലിൻ്റെ കുറവുണ്ടായിരുന്നു. ഓഹ്, വൈറ്റമിൻസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ കേട്ടോ അവിടെ. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണല്ലേ ബ്രെഡ്? ഇവിടുത്തെ ബ്രെഡായിരിക്കും ഇവിടെ. ഇതാണ് നമ്മുടെ ജപ്പാൻ ഫ്രണ്ടാണ്. ബ്രോ, you slept? Yeah. Yeah? That's good, yeah. You see that view? Yeah. Very good. അങ്ങനെ നമ്മൾ ഗാൻഡ്രൂക്ക് വില്ലേജിൽ നിന്നും ഇവിടെ പോവുകയാണ്. ഗാൻഡ്രൂക്ക് വില്ലേജിൽ നിന്ന് പൊട്ടിയിറങ്ങുകയാണ് ഗൈസ്. ഇവിടുത്തെ വില്ലേജിൻ്റെ ഒരു സ്ട്രക്ചറടാ അല്ലേ? हम साथ में एक फोटो खींच लेंगे पूरा लोग. धन्यवाद. ബൈ ബൈ. സി യു നെക്സ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ വില്ലേജിൽ നിന്ന് ഇറങ്ങുവാണ്. ഇത് ഇന്നലെ രാത്രിയാണ്, ഈ വഴിയൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതേ കാണാം കേട്ടോ ഹോട്ടൽ. ഏറ്റവും മുകളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് ബുദ്ധനെ കാണാമെന്നാണ് പറഞ്ഞത്. ബുദ്ധൻ എന്നാ അറിയാം, ആകാശത്താണ്. അല്ലാണ്ട് പിന്നെ പുള്ളി മേളിലിരിക്കണം. ആരാ പിന്നെ മേളിലിരിക്കണേ? പർവ്വതത്തിലിരിക്കണേ ശിവനാണോ? പുള്ളി ആരും കാണാണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് മേളിൽ പോണേ. മതി പുള്ളി അടിക്കാൻ പുള്ളി അവിടെ താമസിക്കാതൊക്കെ അടിച്ച് കൊഞ്ചായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. കേറി മൂച്ചിന് കിറങ്ങാൻ പറ്റില്ല. ഡോങ്കി ഹലോ, എവിടെയാന്ന് ചോദിച്ചാൽ ഒരു മല കാണിച്ചു തരും. നമ്മളെങ്ങോട്ടാ പോകുന്നത്? രണ്ട് മല അപ്പുറമുള്ള വേറൊരു മല കാണിച്ചു തരും. ഇതേ കാണുന്ന പത്തറില്ലേ, ഇതേ കാണുന്ന കല്ലില്ലേ, അതെന്ത് ഇവരുടെ ദൈവങ്ങളാന്നാ പറഞ്ഞത്. എല്ലാവരും തൊട്ട് ഇങ്ങനെ നമിച്ചു പോകണുണ്ടോ? കളിക്കാൻ വേണ്ടി എറിയാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനം. എനിക്കും അതാണ് ഈ കല്ലട്ടോ. അറബിക്ക ഇറാനിന്നാണോ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇറാനി ലുക്കും ഒരു നേപ്പാളി ലുക്കും ഒക്കെ ഉണ്ട്. അവളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീഴാൻ തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ വീഴോ? താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഗാൻഡ്രൂക്ക്. The weather condition? Actually, I cold, Yeah, hi bro. Yeah, hi bro. ഇത് ABC ക്യാമ്പിന്റെ ഒക്കെ തുടക്കത്തിലുള്ള ഒരു ചെറിയൊരു അത്രേ ഉള്ളൂ അല്ലേ? അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്, എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ പോകുന്നത് ഒരു 4-5 ദിവസമൊക്കെ ട്രക്ക് ചെയ്യണം. ദെൻ നമ്മൾ അവിടെ ചെല്ലും, പൊക്ര ചെല്ലും. പൊക്രയിൽ നിന്ന് ഫ്ലൈറ്റ് 4 മണിക്ക് കാത്മണ്ഡു.